ഇടതുപക്ഷം തോറ്റു, നന്നായി തോറ്റു. തെരഞ്ഞെടുപ്പിൽ ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കും. ഈ തോൽവി അല്പം കടുപ്പമുള്ളതാണ്. ആ ഘട്ടത്തിൽ പാർട്ടി എന്ത് ചെയ്യണം? ആദ്യം തോറ്റു എന്ന് സമ്മതിക്കണം, പിന്നെ എന്തുകൊണ്ട് തോറ്റു എന്ന് പഠിക്കണം. അടുത്തത് അത് തിരുത്താൻ ശ്രമിക്കണം. കഴിഞ്ഞ 24 മണിക്കൂറിൽ വന്ന ചില CPM നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ആദ്യം M സ്വരാജ്. തെരഞ്ഞെടുപ്പ് തലേന്ന് വരെ അണികളെ ത്രസിപ്പിച്ച വാർത്താ സമ്മേളനങ്ങൾ. ഫലം വന്നപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. പോസ്റ്റ് തുടങ്ങുന്നത് അനർഹമായ പരാജയം എന്ന തലക്കെട്ടോടുകൂടിയാണ്. LDF പരാജയപ്പെടാൻ പാടില്ലായിരുന്നു. അടുത്ത വരി പ്രത്യേകം വായിക്കണം. നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളോ കേരളത്തിന്റെ ഭാവിയോ വോട്ടർമാർ കണക്കാക്കിയില്ല എന്ന് തോന്നുന്നു. എന്താണ് ഒരു സാധാരണക്കാരൻ ഈ വരിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വോട്ട് ചെയ്ത വോട്ടർമാർ മുഴുവൻ മണ്ടന്മാരാണെന്നോ? അടുത്തത് MM മണി. നാടൻ പ്രയോഗങ്ങളുടെ ആശാൻ. മണിയാശാൻ പറഞ്ഞത് ആദ്യം ഒന്ന് കേൾക്കാം. അവർക്ക് വോട്ട് ചെയ്ത ആളുകൾ വിഡ്ഢികളാ. കാരണം എന്നാ, തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് പെട്ടിക്കകത്താകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയ ഒരു പാർട്ടിയെ പറ്റി എന്നാ പറയാനാ? ഇനി അവന്മാർ ഉണ്ടാക്കാൻ പോകുന്നതാ എന്ന് കരുതില്ല. നാറാൻ പോവാ നാട് മുഴുവൻ. പുതുമയൊന്നുമില്ല. വോട്ട് ചെയ്ത വോട്ടർമാർ വിഡ്ഢികളാണെന്നാണ് MM മണിയുടെ കണ്ടുപിടുത്തം. ഇനി അടുത്തത് ഒരു 1.5 ക്യാപ്സ്യൂളാണ് കേട്ടോ, കേൾക്കാം. ഈ വോട്ടെണ്ണുമ്പോഴേ റൗണ്ട് നോക്കിയിട്ടൊന്നും അതിൻ്റെ ജനവിധി നമുക്ക് എടുക്കാൻ പറ്റും. 1-ാം റൗണ്ടിൽ ജയിച്ചു, 2-ാം റൗണ്ട് അവസാനം ജയിച്ചതാ. അവസാനം ജയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത്. നമ്മളല്ല 1-ാം റൗണ്ടിൽ ജയിച്ചു പറഞ്ഞുകൊണ്ട് അസംബ്ലിയിലെത്തുമോ? ഇല്ല. അത് നമ്മൾ അവസാന റൗണ്ട് എണ്ണി കഴിയുമ്പോൾ ഒരു വോട്ടിന് ജയിച്ചാലും അതാണ് ആത്യന്തിക ജയം. നോക്കൂ, ഇന്നലെ ഒരു ഘട്ടത്തിൽ ധർമ്മടത്ത് പിണറായി വിജയൻ തോൽക്കുമോ എന്ന് ഭയന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ പിണറായിയെ വിറപ്പിച്ചു അബ്ദുൾ റഷീദ്. ആദ്യ 6 റൗണ്ടിൽ 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നിലായിരുന്നു. 2021 1,00,000 ഭൂരിപക്ഷം. ചുമ്മാ ഒന്ന് ഓർത്തു നോക്കിക്കേ. അബ്ദുൾ റഷീദ് പറഞ്ഞതുപോലെ VD സതീശനും ഷാഫി പറമ്പിലും അവിടെ പ്രചാരണത്തിന് ഇറങ്ങിയെങ്കിലെന്ന്.